SK വ്ളോഗേഴ്സിന്റെ നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറഞ്ഞു ബട്ടർഫ്ലൈ ക്രാഫ്റ്റിംഗിന്റെ സെക്കൻഡ് ക്രാഫ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിഞ്ച സ്റ്റാർ ആണ്. നമ്മളെ ക്രാഫ്റ്റർ ആണ് ഇന്ന്. ആദ്യം നമ്മളെ കണ്ണനായ ക്രാഫ്റ്റർ, ഇപ്പൊ നമ്മളെ വിനായക ക്രാഫ്റ്റർ. നമ്മളെ ക്രാഫ്റ്ററായ വിനായകനെ സ്വാഗതം ചെയ്യാം. വിനായക വേണം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനാണ് വിനായക്. ഞാനാണ് ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഗായ്സ്, നമുക്കപ്പോൾ ഇങ്ങനെയാക്കി ഞാൻ ഇപ്പോൾ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ മുറിച്ചെടുക്കണം. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇത് നേരെ കൃത്യം അതിൻ്റെ പോയിന്റിൽ വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സിസേഴ്സ് എടുത്ത് കട്ട് ചെയ്യാം. അപ്പം ഗായ്സ്, അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ 2 പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു പീസാണ് ഫസ്റ്റ് ആവശ്യം. ഫസ്റ്റ് നമ്മൾ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് നമ്മൾ കൃത്യം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കിയിട്ട് കൊടുക്കുക. അടുത്തതായി നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ച് ഇവിടെ ഒരു പ്രസ് കൊടുക്കണം. ഇത് നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഇങ്ങനെയാണുള്ളത്, ഇതിൻ്റെ ബാക്ക് ഇങ്ങനെയാണ് എടുക്കേണ്ടത്, ഈ സൈഡാണ് എടുക്കുക. അപ്പോൾ അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ ഈ കൃത്യം സെൻറ്റർ പോർഷനിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്ക് നേരെ മേലത്തേക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അപ്പ് സൈഡിലേക്ക് ഈ കൃത്യം സെൻറ്റർ വരയിലേക്കാക്കിയിട്ട് ഒന്നിവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ തിരിച്ച് ഇപ്പോഴത്തെ സൈഡ് നമുക്ക് പിന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പോർഷൻ ആയിട്ടാണ്. അപ്പോൾ അടുത്ത നമുക്ക് ചെയ്യേണ്ടത് ഇത് നമ്മളെടുത്ത് നേരെ ഇപ്പം ഇങ്ങനെ ഉണ്ടാവും. ഇത് നമ്മൾ നേരെ മേലത്തേക്ക് എടുക്കരുത്, കൃത്യം താഴത്തേക്ക് തന്നെ എടുക്കണം. ഇത് താഴത്തേക്ക് എടുത്തു. ഇനി ഈ സൈഡ് നമ്മൾ മേലത്തേക്കാണ്. ഇത് നമ്മൾ മേലത്തേക്ക് കൊടുത്തു. ഇപ്പം നമുക്കൊരു കോഴിയുടെ പോലത്തെ രൂപം കിട്ടി. നമുക്കിത് നേരെ ഉള്ളോട്ടേക്കും ഇങ്ങനെയാണുള്ളത്. ഇങ്ങോട്ടേക്ക് മടക്കരുത്, അപ്പുറത്തേക്കാണ് മടക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ മടക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് 2 എണ്ണം ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എടുക്കാം. അപ്പം ഗൈസ്, നമ്മളിപ്പോൾ 2 പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കുറച്ച് റിസ്ക്കിയാണ്. അത് നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പം പിടിക്കാൻ പറ്റില്ല, എന്നാലും നിങ്ങൾ നോക്കിക്കോളൂ. അപ്പം ഗൈസ്, ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പം ഞാനിപ്പോൾ ആദ്യം ചെയ്ത പോലെ തന്നെ രണ്ടാമത്തും ചെയ്യേണ്ടത്, വേറൊരു മാറ്റവും ഇല്ല. അപ്പോൾ നമ്മളിത് നേരെ ഇങ്ങനെയാണുള്ളത്. 2 എണ്ണവും നമ്മളിങ്ങനെ മടക്കിയിട്ടായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് തുറന്നെടുക്കണം. സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് ഇത് നമ്മൾ ഇങ്ങനെ വെക്കണം. ഈ 2 സൈഡും ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ഈ സൈഡിലേക്ക് മടക്കി കൊടുത്ത് ഇത് നമ്മൾ താത്തി തിരിച്ച് ഇത് അപ്പുറത്തെ സൈഡിലേക്ക് മടക്കി ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് കയറ്റി കൊടുക്കണം, ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്കത് ചെയ്തെടുക്കാം. അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് റിസ്ക് പിടിച്ച പണിയാണത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാവുന്ന ഇങ്ങനെ മനസ്സിലാകില്ല. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ കുറേ നേരം കണ്ട് പഠിക്കണം. ഇതൊരു ഈസിയാണ്. ഇത് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഇതാണ്. അപ്പം ഞാൻ ഇതൊന്ന് കയറ്റിയിട്ട് വരാം. അപ്പം ഗൈസ്, നമ്മളിപ്പം പറഞ്ഞ പോലെ ഇത് നമ്മൾ ഉള്ളിൽ കയറ്റിയെടുത്ത് ഇതാണ് നമ്മുടെ സ്റ്റാർ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെല്ലാം വെച്ച് ചൊട്ടിയൊക്കെ കളിക്കാം. നല്ല ബോറടിക്കുന്ന സമയം സ്കൂളിൽ നിന്നെല്ലാം ഈസി ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനി മനോഹരമാക്കാം. വിചിത്ര തരം കളറിൽ നമുക്ക് ആക്കാം. വേണ്ടിക്ക് കളർ അടിക്കാം. ഞാൻ ഇനി കളറിൽ അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഉണ്ടാക്കിയ നിഞ്ച സ്റ്റാറാണ് ഇത്. നമ്മളിപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് അതുകൊണ്ട് കുറച്ച് കൈക്കൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ നിഞ്ച സ്റ്റാർ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആർക്കൊക്കെ അച്ഛനമ്മമാർ ഇഷ്ടമുണ്ടോ അവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റ.